ടെഹ്റാനെ വീണ്ടും ആക്രമിച്ച ഇസ്രായേൽ. ടെഹ്റാനിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഖിൽ കൂടി ചെയ്യുന്നുണ്ട്. അഖിൽ, വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒപ്പം തന്നെ ആണവ കരാറിൽ നിന്നും, അമേരിക്കയുടെ ആണവ കരാറിൽ നിന്നും ഇറാൻ പിന്മാറി എന്നൊരു വാർത്ത കൂടിയുണ്ട്. ഈ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാൻ ഒരു ഭീഷണി കൂടി ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ നീക്കങ്ങൾ. വിവരങ്ങൾ എങ്ങനെ? വർഷ, തീർച്ചയായും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ ടെഹ്റാനിലാണ്. ഇപ്പോൾ അവസാനം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടെഹ്റാനിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുമായുള്ള ആണവ കരാറിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഇറാനുമേൽ ആണവ പരീക്ഷണം ഇസ്രയേൽ നടത്തുന്നത്. അതിനെ തുടർന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും 2 ആണവ ശാസ്ത്രജ്ഞരും അക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേ തുടർന്ന് ഇസ്രയേൽ നടത്തുന്ന ഉപരോധത്തെ തുടർന്ന് അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെടണമെന്നുള്ള അമേരിക്കയുടെ ആവശ്യമാണ് ഇപ്പോൾ ഇറാൻ നിരാകരിച്ചിരിക്കുന്നത്. ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറി എന്ന വാർത്തയാണ് അവസാനം പുറത്തു വരുന്നത്. അവസാനമായി നടന്ന ടെഹ്റാനിലെ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്കയുമായുള്ള ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയിരിക്കുന്നത്. വർഷ, അതാണ് അഖിൽ, ഈ നേരത്തെയുള്ള ട്രംപിന്റെ നിലപാടുകൾ അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക മേധാവിത്വം ഒക്കെ ഉറപ്പിക്കുന്ന ചില വാക്കുകളായിരുന്നു. അപ്പോൾ ഈ ആണവ കരാറിൽ നിന്നുള്ള ഈ പിന്മാറ്റം അത് ഇറാനെ ഇനി എങ്ങനെ ബാധിക്കും? ഇറാന്റെ സൈനിക ശക്തി കുറയ്ക്കുക, ഇറാന്റെ ആണവ ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഇസ്രയേൽ അമേരിക്കയുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ഇപ്പോൾ ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെ മാക്സിമം ഉപരോധത്തിലാക്കുക, ആണവ കരാറിലേക്ക് എത്തിച്ചുകൊണ്ട് ഇറാനുമേൽ മാക്സിമം ഉപരോധം ചെലുത്തുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇത് ഇറാൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുമായുള്ള ആണവ കരാറിൽ നിന്നും ഇപ്പോൾ ഇറാൻ പിന്മാറിയിരിക്കുന്നത്. ശരി അഖിൽ, വീണ്ടും പശ്ചിമേഷ്യയിൽ ആശങ്ക പടരുകയാണ്. ഇറാനെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതേസമയം ആണവ കരാറിൽ നിന്നും ഇറാൻ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇനിയുള്ള തുടർ നീക്കങ്ങൾ അത് നിർണായകമായിരിക്കും. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അഖിൽ നൽകിയത്.